എവിടെ പിരിച്ച ഫണ്ട് അല്ല, വയനാട് ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് പിരിച്ച ഫണ്ട് എവിടെ? ഞങ്ങൾ പറഞ്ഞ വീട് സമയബന്ധിതമായി പൂർത്തീകരിക്കും. വയനാട് പുനരധിവാസത്തിൽ കോൺഗ്രസ് വാക്ക് പാലിച്ചോ? വാക്ക് പാലിച്ചില്ല എന്ന് പറയുന്നു. 55.1% ആളുകളും വാക്ക് പാലിച്ചില്ല എന്ന് പറയുന്നു. ഇന്നത്തെ കാലത്ത് പറ്റാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ പ്രഖ്യാപിക്കരുത്. അത്ര മാത്രമേ ഉള്ളൂ. ആ വീട് പണി എന്തായി? നമുക്ക് നോക്കി നോക്കാം. ആ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ 10 ദിവസത്തിനുള്ളിൽ പ്ലാൻ അംഗീകരിച്ച് ഞങ്ങളുടെ നിർമ്മാണ പ്രവർത്തനം ഞങ്ങൾ തുടങ്ങും. നല്ല വിശാലമായ ഗ്രൗണ്ട്. ഇവിടെ എവിടെയോ ആണ് നമ്മുടെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വന്നിട്ട് തറക്കല്ലിട്ടത്. പക്ഷെ ഇപ്പോ ആ കല്ല് പോലും കാണാനില്ല. അന്ന് ഒരു തറക്കല്ലിട്ട് അങ്ങോട്ട് പോയിട്ടുള്ളൂ. ഇനി അടുത്ത ഇലക്ഷൻ പറഞ്ഞിരുന്നെങ്കിൽ അത് പറച്ചിലല്ലേ ഉള്ളൂ. കല്ലില് പോലും ഇല്ല. അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് കാണാനില്ല. അവിടെ വീട് വരുന്ന എനിക്ക് ഒരു പ്രതീക്ഷയില്ല. എനിക്കെന്നല്ല, ഇവിടെ മൊത്തത്തിൽ ഇവിടെ എല്ലാ നാട്ടുകാർക്കേ പ്രതീക്ഷ. രണ്ടാഴ്ച മുന്നേ വീട് സതീശൻ പറഞ്ഞത് ലീഗ് വക 100 വീട്, കോൺഗ്രസ് വക 100 വീട്, രാഹുൽ ഗാന്ധി വക 100 വീട്. അപ്പൊ തന്നെ 300 വീട്. ഇനി ഒരു 100 വീടിന്റെ കാര്യമല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ എന്തെങ്കിലും കാണാലോ എന്ന് വിചാരിച്ചു പോയി. പക്ഷെ ഒന്നും കാണൂല. ആ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ 10 ദിവസത്തിനുള്ളിൽ പ്ലാൻ അംഗീകരിച്ച് ഞങ്ങളുടെ നിർമ്മാണ പ്രവർത്തനം ഞങ്ങൾ തുടങ്ങും. ചാടിക്കേറി വീട് പ്രഖ്യാപിച്ചവരൊന്നും ഈ വഴി കാണാനേ ഇല്ല. UDF വീട് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞിട്ട് അതിന്റെ പ്രതീക്ഷയിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഇപ്പൊ ആരായി? എലക്ഷൻ കഴിഞ്ഞിട്ടെങ്കിലും ഇതുവഴി വരില്ലേ നേതാക്കളെ? അപ്പോ UDF വീട് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞ ആ വിജനമായ പറമ്പിൽ നിന്ന് ക്യാമറാമാൻ ലിൻസിനൊപ്പം വയനാട്ടിലെ ജനങ്ങൾക്ക് കോൺഗ്രസും UDFും രാഹുൽ ഗാന്ധിയും നൽകുന്ന ആ മാനസികമായ ഉറപ്പിന്റെ സ്ഥിരീകരണമാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. Rock the party baby, patulengi podli.